പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ വൈകിയവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത മകൾ ഭാഗ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് കർത്താവ് നൽകി നിങ്ങളുമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന ആലോചനകളെ പങ്കുവയ്ക്കുവാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ലോകത്തിൽ അവസരം നൽകി. എന്നെപ്പോലുള്ള അനേക സമശിഷ്ടങ്ങളെ നോക്കിയാൽ ഒത്തിരി പേർ ഈ ലോകത്തിൽ കഷ്ടതകളും ഞെരുക്കങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ, ഒത്തിരി പേർ നിദ്ര പ്രാപിച്ചപ്പോൾ, ഒത്തിരി പേർ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് കരുതുന്ന വിധങ്ങളെ ഓർത്ത് ദൈവം ഓരോ സ്ഥാനങ്ങളിലും കരുതി നടത്തി പരിപാലിച്ചു വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ആ നല്ല മകൾ ഭാഗ്യം ദൈവം എൻ്റെ കുടുംബത്തിനകത്തും എൻ്റെ ജീവിതത്തിനകത്തും കർത്താവ് ഒരുക്കിയല്ലോ. ഒത്തിരി കുടുംബങ്ങൾ പൊളിഞ്ഞുപോയി, ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോയി. ആ സ്ഥാനത്ത് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരമാണ്. ആ സ്നേഹം തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ഒത്തിരി ശാരീരികമായിട്ടുള്ള ബലഹീനതയുണ്ട്, കാരണം ക്ലൈമറ്റ് ചേഞ്ചിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, പനിയുടെയും ജലദോഷത്തിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നു. പനി മാറി എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നന്നായിട്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, കണ്ടിന്യൂസ് മീറ്റിങ്ങും കാര്യങ്ങളും നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ട്രെയിൻ കൊണ്ടാകാം കഫത്തിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മാറുന്നില്ല. മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞ് ഇടയ്ക്കൊക്കെ ചുമയുടെ ബുദ്ധിമുട്ടും ഒക്കെയുണ്ട്. ദൈവനാമത്തിൽ വീണ്ടും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ശക്തമായൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഞങ്ങളുടെ ജീവിതത്തിനകത്തും പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ വലിയ വിടുതലുകൾ നടക്കും. നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ചിലതിനോട് ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ പറഞ്ഞാൽ, ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ, ഇവിടെ നിന്ന് ചാടിപ്പോകാൻ പറഞ്ഞാൽ ഹല്ലേലൂയ, ഇന്നും കർത്താവ് അതങ്ങനെ തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. ഞാൻ എപ്പോഴും എൻ്റെ മെസ്സേജിൽ പറയുന്ന കാര്യമാണ്, പ്രാർത്ഥനകളിൽ പറയുന്ന കാര്യമാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ വഴിയിൽ തള്ളിക്കളയത്തില്ല. കാരണം അങ്ങനെ ഞങ്ങളെ വഴിയിൽ തള്ളിക്കളയാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പലരും പറയും, ഓ നിന്റെ ദൈവം എവിടെ, നിനക്ക് എന്ത് ചെയ്തു തന്നു, എന്താ നിന്റെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ കഴിഞ്ഞത്? പ്രിയ ദൈവമക്കളെ, അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്നെ പോലുള്ള അനേകർ ഹല്ലേലൂയ, നിന്റെ ആരോഗ്യത്തിലും നിന്റെ ഏജിലും നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിലുമുള്ള അനേകർ ഇന്നുണ്ടോ? ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ വിഷക്കുപ്പികൾക്കും കയറുകൾക്കും ഓടുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളെ ഇത്രത്തോളം ആരോഗ്യം നൽകി. ജഡമാ, നമുക്ക് രോഗം വരും, കഷ്ടം വരും, പ്രയാസം വരും, നിന്ദകൾ വരും. അതൊക്കെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നവരാണ്. മനുഷ്യനാണോ ഇതിലൊക്കെ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഒത്തിരി പ്രശ്നങ്ങൾ വരും. പക്ഷേ ദൈവം നിന്നെ കരുതിയത് കൊണ്ടാ, ദൈവം നിന്നെ സംരക്ഷിക്കുന്നത് കൊണ്ടാ, ദൈവം നിന്നെ പുലർത്തുന്നത് കൊണ്ടാ, അവൻ നിന്നെ ഉള്ളങ്കരത്തിൽ താങ്ങുന്നത് കൊണ്ടാ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വഹിക്കുന്നത് പോലെ വഹിക്കുന്നത് കൊണ്ടാ അനർത്ഥത്തിൽ നീ തകർന്നു പോകാതെ വേണം പിടിച്ചു നിൽക്കുന്നത്. കാരണം ബലമുള്ളവന്റെ കരത്തിലാണ് നീ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുവാൻ പറയുന്നു. അഭിഷക്ത ദാസിയെ, ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ ദാസിയെ, നീ അവന്റെ ബലമുള്ള കരത്തിലായിരിക്കുന്നത്. ഒരു രോഗത്തിനും നിന്നെ കൊന്നുകളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഒരു രോഗത്തിനും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു മരണത്തിനും നിന്നെ കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. നിന്നെ നശിപ്പിച്ച് നിന്റെ കുടുംബത്തിനകത്ത് കയറിപ്പറ്റുവാൻ വെല്ലുവിളിക്കുന്ന, നിന്റെ നന്മയെ അപകരിക്കുവാൻ വെല്ലുവിളിക്കുന്ന ചില ദുഷ്ട വ്യക്തികളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂത, നീ ബലമുള്ള കർത്താവിന്റെ കരത്തില. ജൂഡാമന ഹതനഘടകസിയ അർത്ഥപ്രൗഢവന റീഖാലഘടക ശബ്ദനാരകൽ ഘടകസി. അതെ, എനിക്കറിയത്തില്ല. ഒരു അഭിഷക്ത ദാസിയോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത, ഹല്ലേലൂയ, നീ ബലമുള്ള കർത്താവിന്റെ കരത്തില. അതേ സഹോദരി, നീ ബലമുള്ള കർത്താവിന്റെ കരത്തില. അതേ സഹോദര, നിനക്ക് ബുദ്ധി ഇല്ല എന്ന്, നിനക്ക് പരിജ്ഞാനമില്ലെന്ന്, നീ കഴിവുകെട്ടവനെന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ പറയട്ടെ, ബലമുള്ള ഒരുത്തന്റെ കരങ്ങളിലാണ് നീ ഇരിക്കുന്നത്. നിനക്ക് ബുദ്ധി തരുവാൻ, നിനക്ക് ജ്ഞാനം തരുവാൻ, നിനക്ക് വിവേകം തരുവാൻ കഴിവുള്ള ഒരുത്തന്റെ കരങ്ങളിലാണ് നീ നിൽക്കുന്നത്. സ്വർഗത്തിലെ ദൈവം
ആമേൻ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. നിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങൾ നീ കാൽ വെക്കുവാൻ പോകുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ കരുതലിനായി ഞാൻ ഇന്ന് ആമേൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അറിയിപ്പുള്ളത്, നമ്മൾ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിലായിരിക്കുമായിരുന്നു. നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് ഒരു മീറ്റിംഗ്, അതായത് നമ്മുടെ പ്രൈഷർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ, മോർണിംഗ് സെക്ഷൻ 10 മണി മുതൽ 12 മണി വരെ കാക്കാമൂലയിലാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6 മണി വരെ ആമേൻ പ്രേക്ഷർ ഫാമിലിയുടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ അമരവിള ജംഗ്ഷനിൽ, അമരവിള താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുവാൻ ആഗ്രഹിച്ചു. ഒരു ഹാളിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അഡ്വാൻസ് കൊടുക്കുവാനിടയായി. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥനാ വിഷയം ആണത്. അതിൽ നമ്മൾ അഡ്വാൻസ് ചെയ്തുവെങ്കിലും ഒത്തിരി ക്രമീകരണങ്ങൾ അതിനകത്ത് ഇനി ചെയ്യാനുണ്ട്. നമുക്ക് ബോക്സ് ഒക്കെ മേടിക്കണം, മിക്സറൊക്കെ മേടിക്കണം, അതുപോലെ കസേരകളൊക്കെ മേടിക്കണം, അതുപോലെ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനുണ്ട്. അതിന് വലിയൊരു സാമ്പത്തിക ചെലവാണ്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നവർ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത്, അത് 100 മടങ്ങ് പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് സ്വർഗത്തിലെ ദൈവം ഒത്തിരി പ്രതിഫലം നിങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ അമർത്തി കുലുക്കി വലിയൊരളവ് ദൈവത്തിന്റെ വചനം പറയുന്നു, കൊടുപ്പീൻ എന്നാൽ അമർത്തി കുലുക്കി വലിയൊരളവ് നിങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ അവൻ നൽകും. നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി അളവിൽ അളന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മീറ്റിങ്ങുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തിക്കും വലിയ വിടുതലിനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും ഒക്കെ കാരണമാക്കി തീർക്കട്ടെ. എല്ലാ മാസവും വാടക കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒത്തിരി ചിലവുകൾ മുൻപിലുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ പ്രാർത്ഥനകളൊക്കെ, ഈ മെസ്സേജുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ, കഴിഞ്ഞ നിമിഷം വരെ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിലപ്പെട്ട സപ്പോർട്ടുകൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കുന്നു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനെ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനെ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു
ദീനാവും പാരനെ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദീനാവും പാരനെ നന്ദിയാൽ പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവുമെന്നെ പാരനെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവുമെന്നെ പാരനെ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദീനവും പാരനെ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദീനവും പാരനെ നന്ദിയാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. അപ്പാ, സകല നന്മകളെ ഓർത്തും സകല ദാനങ്ങളെ ഓർത്തും ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്തും കർത്താവെ, ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ആമേൻ നന്ദിയുള്ളവരായിരിക്കുക. ദൈവം ചെയ്യുന്ന ഓരോ നന്മകളെ ഓർത്തും കർത്താവ് തരുന്ന ഓരോ മിനിറ്റുകൾക്ക് ആമേൻ ഹല്ലേലൂയ. നമുക്ക് ദൈവം ആയുസ്സിനെ തരുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വലിയ കഴിവോ നമ്മുടെ വലിയ യോഗ്യതകളോ ഒന്നും കൊണ്ടല്ല. ആമേൻ, അവൻ നമ്മളോട് കരുണ കാണിക്കുന്നത് കൊണ്ട്. ആമേൻ, കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആമേൻ, കർത്താവിന് വേണ്ടവരെ ആമേൻ അവൻ ആയുസ്സോടെ ആരോഗ്യത്തോടെ ആമേൻ ഹല്ലേലൂയ നാളെയുടെ പ്രയോജനങ്ങൾക്ക് വേണ്ടി ആമേൻ നാളെയുടെ നല്ല നന്മകൾക്ക് വേണ്ടി കർത്താവ് ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന ഓരോ നന്മകളെ ഓർത്തും കർത്താവ് ചെയ്യുന്ന സകല ഉപകാരങ്ങളെ ഓർത്തും ദൈവസന്നിധിയിൽ എപ്പോഴും സ്തോത്രത്തോടെ ആയിരിക്കുക. പ്രത്യേകാൽ ഈ മഴ സീസണൊക്കെ ആണല്ലോ. ഒത്തിരി പേർ ജോലിയില്ലാതെയൊക്കെ ഭാരത്തിലും നിരാശയിലും സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഞെരുങ്ങിയും ഭാരപ്പെട്ടുമായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഞെരുക്കത്തിന്റെ അവസ്ഥയിലും ദൈവം ആമേൻ ഒരു മീൻ തന്നാൽ മതി, അതിനെ എടുത്ത് കരത്തിൽ വെച്ചിട്ട് പറയണം, സഹോദരി, നീ കിച്ചണിൽ ആമേൻ പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ ആമേൻ നീ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ, നീ മീറ്റ് കട്ട് ചെയ്യുമ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം പറയണം. അപ്പാ ആമേൻ അനേകർ ഇതൊന്നും കിട്ടാതെ ഈ മഴ സീസണിലൊക്കെ ജോലിയില്ലാതെ ഭാരപ്പെടുമ്പോൾ എൻ്റെ ഭവനത്തിൽ നീ ഇത് തന്നല്ലോ കർത്താവേ, അതിനെ ഞാൻ സ്തോത്രം പറയുന്നു, ഞാൻ നന്ദി പറയുന്നു. ഇല്ലാത്തവർക്ക് ആമേൻ ഇതുപോലെ ഒത്തിരി നന്മകളെ കൊടുത്ത് ആമേൻ നീ അനുഗ്രഹിക്കണമേ. ആമേൻ, നീ അങ്ങനെ ഒരു സ്തോത്രം പറയുമെങ്കിൽ നിന്റെ കലവറകൾ നിറയുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത, മാതാവേ, പിതാവേ, പ്രിയ സഹോദരിമാരെ, ആമേൻ നിന്റെ ജീവിതത്തിൽ നീ ഒരു പിടി അരി ആമേൻ നീ കഞ്ഞിക്കെടുക്കുമ്പോൾ അതിനെ സ്തോത്രം പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ നീ ഇത് എനിക്ക് തന്നതിനായി സ്തോത്രം, എൻ്റെ മക്കൾക്ക് വേണ്ടി നീ ഇത് തന്നതിനായി സ്തോത്രം ആമേൻ നീ അത് പറയുമെങ്കിൽ ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് ഇനിയും നന്മകൾ തരും. കഷ്ടതയിൽ കിടക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അവരുടെ ആമേൻ ബുദ്ധിമുട്ടുകൾ തീരുന്നതോടൊപ്പം നിന്നെ
നിന്നെ കർത്താവ് സമൃദ്ധിയായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല. ആമേൻ. ഒരു പകർച്ചയുടെ അനുഭവം. ജൂഡാമന ഹന്തന രകൽക്കടകസി. അതേ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പകർച്ചയുടെ അനുഭവം, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന തരത്തിൽ. എനിക്കറിയത്തില്ല, അതൊരു ആത്മാവിന്റെ നദിയുമാണ്, ഒരു ഭൗതിക നന്മയുമാണ്. അവൻ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ ഒരു വലിയൊരു ആമേൻ ഉയർച്ചയുടെ ഒരു പകർന്നൊഴിയുന്ന ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ ഇല്ലായ്മയുടെ നടുവിലേക്ക്, ചില ഇല്ലായ്മയുടെ നടുവിലേക്ക്, ചില കലവറകളെ ഇന്ന് പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല, ചില കാലി പോക്കറ്റുകളെയൊക്കെ ചില ദിവസങ്ങൾ കൊണ്ട് നീ കരയുന്നു, രട്ടിലും വെണ്ണുനീരിലും ചില ദിവസങ്ങൾ കൊണ്ട് നീ കിടന്ന് കരയുന്നു. ഈ നന്മ എൻ്റെ കരത്തിലൊന്ന് ലഭിച്ചേ പറ്റത്തുള്ളൂ. ചില നന്മകൾക്ക് വേണ്ടി ആരുടെയൊക്കെയോ ചില നന്മകളെ പ്രതീക്ഷിച്ച് നീ കരയുന്നുണ്ട്. അത് അവരുടെ കയ്യിൽ കിട്ടിയ എന്റെ കഷ്ടതയിൽ എനിക്കും ഒരു ആശ്വാസമാകുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയുക, ആമേൻ, ഇപ്രകാരം പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് വിളിച്ച് പറയുക, ആമേൻ, ചില നന്മകൾ നിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് ട്രാൻസ്ഫർ ആകുവാൻ പോകുന്നു. ചില നന്മകൾ ഈ ആഴ്ചയിൽ തന്നെ, ഈ മാസം എൻഡിങ് ആവുന്നതിന് മുമ്പ് തന്നെ, ജൂഡാബന ഹതനഘടകസി, ചില നന്മകൾ അടുത്ത മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ചില അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ആമേൻ. നീ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ചില നന്മയുടെ വാതിലുകൾ ജൂഡാമന അന്തന രകൽക്കടക രഗതനഘടക ശംധ രഗന രഗസിയാം തേനെ ജൂഡബലഘടക സിയാം തേനെ അർത്ഥ പ്രൗഢവ രഗതനഘടക ശംധന രകൽക്കടകസി. കർത്താവ് ചിലതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിശ്വാസത്തോടെ ആമേൻ പറ. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചിലതിനെയൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നു, ചിലതിനെയൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്തേക്ക്, നിന്റെ ബിസിനസ്സിനകത്തേക്ക്, നിന്റെ തൊഴിൽ മേഖലയിലേക്ക്, ആമേൻ, നിന്റെ ലോണിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ ഭവനത്തിന്റെ പണിയുടെ മേൽ, ഓ റാമാന നിന്റെ മിനിസ്ട്രിയുടെ മേൽ, നിന്റെ ആത്മീക ലെവലിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, ആമേൻ, പരിശുദ്ധാത്മാവ് ചില വാതിലുകൾ ഓപ്പൺ ചെയ്യുക. ചില വാതിലുകൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ആരോടോ ഇങ്ങനെ ദൂത് കൈമാറുവാൻ പറയുന്നു. ചിലതൊക്കെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. ചിലതൊക്കെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ജൂഡാമന അർത്ഥന രഗതനഘടക ശംധന രകൽക്കടക. ചിലതൊക്കെ സ്വർഗത്തിൽ ഈ അപ്പൻ ഓപ്പൺ ചെയ്തു. ഈ സെക്കൻഡിൽ, ആമൻ, ഈ സെക്കൻഡിൽ തന്നെ, ഈ മിനിറ്റിൽ തന്നെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. വിശ്വാസത്തോടെ ആമൻ ചില മെയിലുകൾ നീ ചെക്ക്. നിനക്കുള്ള മെയില ജൂഡാമന അഥനഘടക സിയാം തേനെ. ചില അക്സെപ്റ്റ് ചെയ്ത മെയിലുകൾ ജൂഡാമന ഹടക സിയാം തേനെ. കഴിഞ്ഞ നാളുകൾ റിജക്ട് ചെയ്ത ചില മെയിലുകൾക്ക് നീ കരഞ്ഞു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ റിസീവ് ചെയ്യുന്ന ആമൻ നിന്റെ മെയിലുകളെ റിസീവ് ചെയ്ത് ആമൻ നിനക്കുള്ള റിപ്ലൈ കടന്നു വരികയാ. ജൂഡാമന അന്തന രകൽക്കടക രഗതനഘടകസി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നെ കാണിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നീ വിസിറ്റിംഗ് വിസയിൽ ആമേൻ വിദേശത്ത് കടന്നുപോയി, ജോലി അന്വേഷിച്ച് കടന്നുപോയി. അവിടെ പോയി നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം നീ നാട്ടിൽ കടന്നു വന്നു. നാട്ടിൽ വരുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് ഒത്തിരി കമ്പനികളിൽ CV അയച്ചു, ഒത്തിരി ഇന്റർവ്യൂകൾക്ക് അറ്റൻഡ് ചെയ്തു. അവർ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നിൽ നിന്ന് നിനക്കൊരു ആമേൻ റെസ്പോണ്ടിങ് വന്നില്ല. നീ നാട്ടിലേക്ക് കടന്നു വന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മെയിൽ നീ ഓപ്പൺ ചെയ്തു നോക്ക്. ചില പെൻഡിങ്ങുകൾ ഓപ്പൺ ചെയ്തു നോക്ക്. ജൂഡവന ഹടകസിയാം തേനെ അർത്ഥന രഗൽ പ്രൗഢവന. നിനക്കുള്ള ഒരു റിസീവിംഗ് മെയിൽ പരിശുദ്ധാത്മാവ് അതിനകത്ത് അയച്ചിട്ടുണ്ട്. ഒരു വലിയ വിടുതല. നീ ഇത് ഓപ്പൺ ചെയ്തു നോക്ക്. നിനക്കുള്ള കരുതൽ അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു. ജൂഡമന ആർത്ഥന ഘടകസിയാം തേനെ ജൂഡമന അടകസിയ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടായിരിക്കുന്നു. പ്രതീക്ഷകൾ വഴികളെല്ലാം അടഞ്ഞു, ഇരുളടഞ്ഞായിരിക്കുന്നു. ഡിപ്രഷൻ വന്നു. ആമൻ. ഒരു ഭവനത്തിനകത്ത് നീ ഒതുങ്ങിക്കൂടിയിരിക്കുക. കർത്താവ് പറയുന്നു, ഈ ഡിപ്രഷൻ നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. അടുത്തൊരു കാൽ വെക്കുവാൻ പോവുകയാ നീ. അടുത്തൊരു കാൽ റൈറ്റ് നൗ. ജൂഡാമന ഹടകസിയാം തേനെ ജൂഡബലഘടക ശംദനാരകൽ കടകസി ആർത്ഥ പ്രൗഢവ രഗതനഘടക ശൈഡവനാരകൽ കടകസി. ആമേൻ. ഹല്ലേലൂയ. തലമുറയോർത്ത് വിലാപം കഴിക്കുന്ന ആരൊക്കെയോ, ഓ റമന അശ്യം തന്നെ നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടോ. ആമേൻ. എൻ്റെ രട്ട് നീ അഴിച്ചോ, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഒരു വിലാപത്തിന്റെ അനുഭവം. ആമേൻ. തലമുറയോർത്തുള്ള ഒരു വിലാപത്തിന്റെ അനുഭവം. ഓ റമനക സിയാം തേനെ ജൂഡാമന ഹംദന രകൽക്കടക. നീ ആ രാജ്യത്തിരിക്കുമ്പോൾ നീ കരയുന്നുണ്ട്, എൻ്റെ തലമുറ എന്തായിത്തീരും, അവൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ മകളുടെ ഫ്യൂച്ചർ എന്തായിത്തീരും. നീ സംശയത്തോടെ കരഞ്ഞു ഭാരത്തോടെ ആയിരിക്കുന്നു. നാട്ടിൽ നിന്ന് വരുന്ന കോളുകൾ ആമേൻ ഹല്ലേലൂയ നിനക്കത്ര രസം തരുന്നതല്ല, നിന്നെ അത്ര സന്തോഷിപ്പിക്കുന്നതല്ല. നീ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന നിന്റെ തലമുറയെക്കുറിച്ചോ നീ വല്ലാതെ വേദനിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുമല്ലോ ആമേൻ, എന്തിനായി ഇവനെ നാട്ടിൽ നിന്ന്
കൊണ്ടുപോയത്. നിന്റെ സ്ഥലത്ത് കടന്നു വന്നിട്ടല്ലേ, ഈ രാജ്യത്ത് കടന്നു വന്നിട്ടല്ലേ നിന്റെ തലമുറ ഇങ്ങനെ പാപത്തിന് അടിമപ്പെട്ട്. യെസ്, അതേ മാതാവേ, നിന്റെ മകനെ കുറിച്ചാ പറയുന്നേ. പാപത്തിന് അടിമപ്പെട്ടു പോയ തലമുറ, അനുസരണം കെട്ട തലമുറ. ജൂഡാമന അർത്ഥന രകാലക സിയാംതേനെ. ഒരു വല്ലാത്ത തലവേദന കേസാ നിന്റെ തലമുറയെ കൊണ്ട് നീ അനുഭവിക്കുന്നത്. വല്ലാത്തൊരു നാറ്റക്കേസാ. കർത്താവ് പറയുന്നു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നീ പറയുന്നുണ്ട് ആമേൻ, ഇവനൊന്ന് മരിച്ചു പോയെങ്കിൽ, അവൻ ഈ നിന്ന ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ, നോ നോ നോ, അവൻ ആ തലമുറയെ കൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കുവാൻ പോകുക. ജൂഡവന ഘടകസി, നീ രട്ടിലും വെണ്ണീറിലും കിടക്കുന്നുണ്ടല്ലോ, അവൻ നീ രട്ടിലും വെണ്ണുനീലും ഉപവസിക്കുന്നുണ്ടല്ലോ. അവൻ ഉപവസിച്ചു മടുത്തു, പ്രാർത്ഥിച്ചു മടുത്തു. അവൻ വിളിക്കാത്ത പാസ്റ്റേഴ്സില്ല, അവൻ കൗൺസിൽ ചെയ്യാത്ത വ്യക്തികളില്ല. ആമേൻ, ഹല്ലേലൂയ. നീ നിലയില്ലാത്ത ആമേൻ ഒരു കയത്തിൽ നീ ആഴ്ന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നിന്റെ കാലുകളെ, നിന്റെ തലമുറയുടെ കാലുകളെ ജൂഡാമന വൈഡാറാസിയാം തേനെ റക്കാലഘടക ശബ്ദനാരകൾ കടകസി പരിശുദ്ധാത്മാവ് കരം പിടിച്ച് സ്ഥിരമായ ഒരു പാറമേൽ ഉയർത്തുവാൻ പോകുക. ഈ ദൂത് നിന്നോടാ. ആമേൻ, വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. എൻ്റെ തലമുറയുടെ കാലുകളെ ആമേൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ജൂഡാമന ഹടകസിയാം തേനെ സ്വർഗത്തിലെ അപ്പൻ കരം പിടിച്ചോ ഉറപ്പുള്ള പാറമേൽ ജൂഡാമന വൈഡാറാസിയാം തേനെ റീകാലഘടക ശബ്ദനാരകൾ കടകസി. ദൈവഹിതമില്ലാത്ത ബന്ധത്തിൽ അകപ്പെട്ടു പോയ നിന്റെ തലമുറ പുറത്തു പറയുവാൻ കഴിയുന്നില്ല. ദൈവഹിതമില്ലാത്തൊരു ബന്ധത്തിൽ നിന്റെ തലമുറ കുരുങ്ങിക്കിടക്കുന്നു. കർത്താവ് പറയുന്ന ആ കുരുക്കിനെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കുവാൻ പോകുക. ജൂഡാമന വൈഡകസിയാം തേനെ ഉടകനഘടക ശബ്ദനാരകൾ. ചില കുരുക്കുകളെ പരിശുദ്ധാത്മാവ് പൊളിക്കുന്നു. ചില സ്നേഹബന്ധങ്ങൾക്കകത്ത് കുരുങ്ങിപ്പോയ ചില കുരുക്കുകൾ ജൂഡാമന ഹടകസി ചില കുരുക്കുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പൊട്ടിക്കുന്നുണ്ട്. രാജ്യങ്ങൾ കടന്നു, കടലുകൾ കടന്നു. ഓ റമന റീകാലകസിയാം തേനെ ജൂഡാമന ഹടകസിയാം തേനെ. ചില തലമുറകളുടെ അവൻ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയ ചില ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കുവാൻ പോകുക. ജൂഡാമന ഘടകസിയാം തേനെ റീകാലഘടകസി. പാപത്തിലും അധർമ്മത്തിലും ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയവർ, ഓ അമേൻ, ചിലർക്ക് പുറത്തു പറയുവാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ, പേരും പ്രശസ്തിയുമുള്ള വലിയൊരു ഫാമിലികളാ. ആമേൻ, എങ്ങനെ പറയും? ആമേൻ, ഇവരത് പബ്ലിസിറ്റി ചെയ്യുമോ? ഇവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ആമേൻ, അങ്ങനെ സംശയം വിചാരിച്ചിരിക്കുന്നു. മാതാവേ, നീ വിളിക്കുക, ആമേൻ, നീ പ്രാർത്ഥിക്കുക. ആമേൻ, നിന്റെ തലമുറയെ വിടിവിപ്പാൻ ആമേൻ സ്വർഗത്തിലെ അപ്പൻ മതിയായവനാണ്. നിന്റെ കണ്ണുനീര്, നിന്റെ നെടുവീർപ്പിന് സ്വർഗത്തിലെ അപ്പൻ പ്രതിഫലം നൽകുമെന്ന്. ആമേൻ, അങ്ങും ഇങ്ങും ആമേൻ നീ നോക്കണ്ട. ആമേൻ, ആരെയും നീ ഭയപ്പെടണ്ട. നിനക്ക് തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് കർത്താവ് തെരഞ്ഞെടുത്ത തലമുറയാ. ജൂഡാമന അടകതരകടക ശബ്ദനാരകൾ പ്രൗഢമന അധൂനഘടക ശബ്ദനാരകൾ. തെരഞ്ഞെടുപ്പുള്ളവർക്ക് ആമേൻ, വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവർക്ക് പ്രശ്നമുണ്ടാകും, പ്രതികൂലമുണ്ടാകും, വെല്ലുവിളി ഉണ്ടാകും. കർത്താവ് പറയുന്നു ആമേൻ, അവൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ പോകുന്നു. അതെ, ചില വിലാപ ഭവനങ്ങൾ ജൂഡാമന ഹടകസിയാം തേനെ, രോഗം കൊണ്ട് വിലാപ വിടുന്ന ചില ഭവനങ്ങൾ ജൂഡാമന ഹതനഘടകസി, കടബാധ്യത കൊണ്ട് വിലാപ വിടുന്ന ചില ഭവനങ്ങൾ ഇന്ന് രാത്രി ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റുക. ചില കടബാധ്യതകളെ നിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് അകറ്റി മാറ്റുകയാ. ആമേൻ, കടം വീട്ടുവാനുള്ള ചില വഴികളെ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഈ ദൂത് എന്നോടാ സംസാരിച്ചത്. എൻ്റെ കടബാധ്യത തീർക്കുവാനുള്ളൊരു വാതിൽ സ്വർഗത്തിലെ അപ്പൻ ഈ നിമിഷം ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ജൂഡാമന അഥാനകസിയാം തേനെ റീഥാലഘടകസി. ഉദരഫലമില്ലാതെ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് നീ കരയുന്നുണ്ട്. ഒത്തിരി പേരോട് വിളിച്ച് നീ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ആമേൻ, ആമേൻ, എനിക്കൊരു തലമുറ വേണം. പലരും പറഞ്ഞു ആമേൻ, നിനക്കൊരു തലമുറയെ നൽകാമെന്ന്. ആമേൻ, നിനക്കൊരു തലമുറയെ കർത്താവ് നൽകുമെന്ന്. വാഗ്ദത്ത സന്തതിയെ ചുമക്കുവാനുള്ള ഒരു അധികാരം പരിശുദ്ധാത്മാവ് നിനക്ക് ഇന്ന് കൈമാറുന്നുണ്ട്. ജൂഡാമന ആർത്താരകസിയാം തേനെ റീബാലഘടക ശബ്ദനാരകൾ കടകസി. അതിനുള്ള ചില ഓപ്പണിങ്ങുകൾ, ഓ റമന റീകാലഘടക ശബ്ദന ഉടകനഘടകസി. ശരീരത്തിൽ ചില തയ്യാറെടുപ്പുകൾ ജൂഡാമന ഹന്തരഘടകസിയ റേഥേലഘടക ശബ്ദനാരകൾ പ്രൗഢമന പരിശുദ്ധാത്മാവ് നൽകുവാൻ പോകുക. ജൂഡാമന അതനഘടകസിയാം തേനെ. ചില മുഴകൾ ഇന്ന് രാത്രി അവൻ ഉരുകി മാറുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. മുഴകൾ ഉള്ളവർ വിശ്വാസത്തോടെ ഇന്ന് രാത്രി കരം വെച്ച് പ്രാർത്ഥിക്കുക. ജൂഡാമന ഹന്തന അതരഘടകസിയാം തേനെ ദീപാലഘടക ശബ്ദന. അവൻ ചിലതൊക്കെ ഉരുകി മാറുന്നുണ്ട്, ചിലതൊക്കെ ഉരുകി മാറുന്നുണ്ട്.
യൂട്രസിന്റെ ആമേൻ 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 വാളുകളിൽ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഭിത്തികളിൽ ആമേൻ ആമേൻ ചങ്ങലയായിരിക്കുന്ന ചില മുഴകൾ ഇന്ന് രാത്രി അപ്രത്യക്ഷമാകുന്നുണ്ട്. വലിയൊരു മിറക്കിൾ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് കർത്താവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിന്റെ തകർച്ചകളെ, നിന്റെ വിലാപത്തെ, എന്നും വിലാപമാ, എന്നും കണ്ണുനീരാ സിസ്റ്ററെ. എന്റെ കുടുംബത്തിനകത്ത് എന്നും കണ്ണുനീരാ, എന്നും കണ്ണുനീരാ, എന്നും അലച്ചില, എന്നും വാക്കുവാദമാണ്, എന്നും അടിപിടിയാണ്. എന്തിന്റെ പേരിലെങ്കിലും സ്വസ്ഥത നഷ്ടപ്പെടാത്ത ദിവസമില്ല, ഞാൻ കരയാത്ത ദിവസമില്ല, ഞാൻ കരയാത്ത സമയമില്ല. ഓരോ മിനിറ്റിലും ഞാൻ ആയിരക്കണക്കിന് കണ്ണുനീർത്തുള്ളികൾ വാരിയെറിയുന്നുണ്ട്. അത്രത്തോളം എൻ്റെ കുടുംബം കണ്ണുനീർ അനുഭവിക്കുന്നു. അതേ മാതാവേ, നിന്റെ തലമുറയെ ഓർത്ത് നീ അനുഭവിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നിന്റെ ഭവനത്തെ ഓർത്ത് നീ ഒഴിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നിന്റെ ഭർത്താവിനെ ഓർത്ത് നീ ഒഴിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അവൻ ഇന്ന് രാത്രി കർത്താവ് മാറ്റുവാൻ പോകുകയാ. ചൂടാമന ആ വിലാപത്തെ, അതേ വിലാപമായിരിക്കുന്ന നിന്റെ ഭവനത്തെ അവൻ നൃത്തമാക്കി തീർക്കുവാൻ പോകുകയാ. ചില സന്തോഷത്തിന്റെ അനുഭവങ്ങൾ, ചില പ്രതീക്ഷയുടെ അനുഭവങ്ങൾ, ചൂടാമന അർത്ഥന സിയാം തേനെ റീ കാലഘടകസി, ചില ഇതുവരെയും ഫിറ്റാകാത്ത ചില മെഡിക്കലുകൾ പരിശുദ്ധാത്മാവ് ഫിറ്റാക്കുവാൻ പോകുകയാ. അൺഫിറ്റായി പോയ ചിലതിനെ പരിശുദ്ധാത്മാവ് ഫിറ്റാക്കുവാൻ പോകുകയാ. ചൂടാമന അടകതരകടക ശബ്ദനാരകൾ കടകസി, പൊളിഞ്ഞു പോയ ബിസിനസ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ. നീ ഒരു കോൺട്രാക്ടർ, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുവാൻ പറയുന്ന ഒരു കോൺട്രാക്ടർ, ആമേൻ ഹല്ലേലൂയ. ഒത്തിരി ബിസിനസിന്റെ ആമേൻ ഹല്ലേലൂയ വഴികൾ ആമേൻ നീ ഉയർച്ച പ്രാപിച്ചതാ. എവിടെ നീ ആമേൻ ഉയർന്നുവോ അവിടെ നിന്നെ പിശാച് വീഴ്ത്തിക്കളഞ്ഞു. കർത്താവ് പറയുക, ആമേൻ നീ അടുത്തൊരു ചവിട്ടുപടിയിൽ കാൽ വെച്ചേക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരു വലിയ വാതിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജൂഡാമന അതനഘടക ശബ്ദന, ഒരു ഓപ്പണിംഗ് വാതിലിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. വിശ്വാസത്തോടെ കാൽച്ചുവട് വെച്ച് കയറ്. നിന്റെ കുടുംബം ആമേൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയൊരു പ്രതീക്ഷയുടെ ആമേൻ ആമേൻ വലിയൊരു ഉറവിടം പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിൽ നൽകുവാൻ പോകുന്നു. വിശ്വസ്തയോടെ ആയിരിക്കുക, വിശ്വസ്തയോടെ ആയിരിക്കുക. ജൂഡാമന അർദ്ധരക ജിയാം തേനെ അടകതരകടക ശബ്ദനാരകൾ പ്രൗഢമന ദീപലഘടക തുനി വൈഡാന റേഥേലഘടക ശബ്ദന അടകതരകടക ജിയാം തേനെ ജുഡബൽ പ്രൗഢം ദീപലഘടക ശബ്ദാന വൈഡാന റേഥേലഘടക ജിയ ഉടമനക ജിയാം താന അരകൽ കടകസി. ചില സ്വന്തമായ ഭവനങ്ങൾ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ നൽകുവാൻ പോകുന്നു. ആമേൻ സ്വന്തമായൊരു ഭവനമുണ്ട്. വീണ്ടും ഒരു ഭവനത്തിന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത തലമുറയെ ഒന്ന് സെറ്റിൽ ചെയ്യുവാൻ കർത്താവ് പറയുന്നു. അവൻ വേഗത്തിൽ അത് ഒരുങ്ങുവാൻ പോകുന്നു. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു വീടിനകത്ത് കിടന്ന് ആ കടിപിടി കൂടാതെ ഒരു സെപ്പറേഷൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നുണ്ട്. ജൂഡാമന വൈഡാന റേഥേലഘടക ശബ്ദനാരകൾ കടകശി. ഒരു മാതാവിനെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. തലമുറകളിലെ അകൽച്ച വല്ലാതെ നിന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആമേൻ ആമേൻ. എന്ന് ഈ തലമുറകളൊന്ന് ഒന്നായി തീരും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊരു വല്ലാത്ത വെല്ലുവിളിയാണ്. നിന്റെ തലമുറകളെ ഒന്നിച്ചു നിർത്താൻ കഴിയാത്തവണ്ണം ഒരു വല്ലാത്തൊരു പൈശാചിക ബന്ധനം അതിനെ കർത്താവ് കൂടുവിട്ട് പൊളിക്കുക. ചൂടാമന ആർഥാനകശിയാം തേനെ റമനഘടക ശബ്ദനാരകൾ പ്രൗഢമന ആർത്തൽ കടകശി. നിന്റെ വിലാപത്തെ ആമേൻ അതെ അവൻ നിന്റെ തലമുറയോർത്ത് നീ ഒഴിക്കുന്ന വിലാപത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ ഓർത്ത് നീ ഒഴിക്കുന്ന വിലാപത്തെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നൃത്തമാക്കി തീർക്കുവാൻ പോകുക. നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ പൊളിക്കുവാൻ വെല്ലുവിളിക്കുന്ന പിശാചിനെ കർത്താവ് ഓടിക്കുവാൻ പോവുകയാണെന്ന്. ആമേൻ നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ആമേൻ നിനക്കും നിന്റെ ഭർത്താവിനും ഇടയിൽ ആമേൻ അതെ നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിന് വിരോധമായി നിന്റെ മകൾക്കും മരുമകനും ഇടയിൽ, നിന്റെ മകനും മരുമകൾക്കും ഇടയിൽ മൂന്നാമതായി കടന്നു വന്നൊരു പിശാച് ഊടാമന സിയാം തേനെ അത്തരക സിയാം തേനെ റീ കാലഘടകസി. ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, വേരും കൊമ്പും ശേഷിക്കാതെ പരിശുദ്ധാത്മാവ് തച്ചുടയ്ക്കുവാൻ പോവുകയാണെന്ന്. ജൂഡാമന അത്തനഘടക സിയാം തേനെ റിഗാലഘടക സിയാം തേനെ വൈഡാന രഗാരഘടക ശബ്ദനാരകൾ കടകസി. നമ്മൾ വായിച്ചു കേട്ടതുപോലെ സങ്കീർത്തനം 30 ആമേൻ 11 നമ്മൾ വായിച്ചു കേട്ട്, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നു. ആമേൻ എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം മുടിപ്പിക്കുന്നു. ആമേൻ ദുഃഖത്തിലായിരിക്കുന്ന നീ ഇന്ന് ദുഃഖത്തിലാ, രട്ടിലും വെണ്ണുനീരിലും കിടക്കുന്നേ. കർത്താവ് പറയുന്നു, സന്തോഷം നിന്നെ ഉടിപ്പിക്കുവാൻ പോകുക. സന്തോഷത്തിന്റെ ആവരണം പരിശുദ്ധാത്മാവ് നിന്നെ കവർ ചെയ്യുവാൻ പോകുക. നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ ബിസിനസ്സിന് ചുറ്റും, നിന്റെ തൊഴിൽ മേഖലയ്ക്ക് ചുറ്റും, നിന്റെ ഭവനത്തിന് ചുറ്റും, നിന്റെ തലമുറകൾക്ക് ചുറ്റും, നിന്റെ വിദ്യാഭ്യാസത്തിന് ചുറ്റും, നിന്റെ ഭാവിക്ക് ചുറ്റും ജൂഡാമന ഹതനഘടക സിയാം തേനെ റേഥേലഘടക ശബ്ദന സന്തോഷത്തെ പരിശുദ്ധാത്മാവ് ഉടിപ്പിക്കുവാൻ പോകുക. വിശ്വാസമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചോട്ടെ. റബാല സിയാം തേനെ കർത്താവെ, ദുഃഖത്തിലും നിരാശയിലും രട്ടിലും വെണ്ണീരിലും വിലാപത്തിലും കിടക്കുന്ന ഇവരുടെ കുടുംബങ്ങളിലേക്ക്, കുടുംബ ജീവിതങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, സാമ്പത്തിക മേഖലകളിലേക്ക് അപ്പാ സന്തോഷത്തിന്റെ ആവരണം, സന്തോഷത്തെ
അപ്പം നിങ്ങൾ നൽകുന്നതിനായി സ്തോത്രം. ഇവരുടെ രോഗങ്ങൾ മാറി, കഷ്ടതകൾ മാറി, ദുഃഖം മാറി, റമാന സിയാംതേനെ കടബാധ്യതകൾ മാറി, വിൽക്കേണ്ട വസ്തുക്കൾ വിറ്റ് സന്തോഷവും അനുഗ്രഹവും നൽകി, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി, ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലം നൽകി, മദ്യത്തിലും മയക്കുമരുന്നിനും വ്യഭിചാര ബന്ധനങ്ങളിൽ കിടക്കുന്നവരെ വിടുവിച്ചു സ്വസ്ഥതയും സമാധാനവും നൽകി സ്വർഗമങ്ങ് പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്ക്രീൻ നമ്പറേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥനാ വിഷയവും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും കാക്കാമല പ്രൈസർ ഫാമിലിയിൽ നടക്കുന്നുണ്ട്. ലൈവിലും നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ കടന്നു വരിക, വിടുതൽ പ്രാപിക്കുക. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്ത് നിന്നും കോട്ടയം, ഇടുക്കി, എറണാകുളം, കൊല്ലം ജില്ലകളിൽ നിന്ന് കടന്നു വരുന്നവർ, അങ്ങനെയുള്ള ജില്ലകളിൽ നിന്ന് കടന്നു വരുന്നവരും നെടുമങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് 2 ബസ്സുണ്ട്. അങ്ങോട്ട് അതിലേതെങ്കിലും ഒരു ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. 1ാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. 2ാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. നെയ്യാറ്റിങ്കര ഭാഗം, തമിഴ്നാട് ഭാഗം, കാഞ്ഞിരകുളം ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ ഓർക്കുമല്ലോ. തിരുവനന്തപുരം അമരവിള ഭാഗത്ത്, അമരവിള താന്നിമൂട് ഭാഗത്ത് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6 മണി വരെ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിച്ച് ഹാളിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിച്ച് ആമേൻ നിങ്ങൾ വിശേഷങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.